എല്ലാവർക്കും നമസ്കാരം. ട്രിക്സിൻ്റെ 287ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം. ഈ വരുന്ന മെയ് 11-ാം തീയതി ശനിയാഴ്ച മാവേലിക്കരയിൽ വെച്ച് ബി ഗുഡ് അക്കാഡമിയുടെ ഒരു ഗ്ലോബൽ മീറ്റ് നടക്കുകയാണ്. ആ പ്രോഗ്രാമിൽ ട്രിക്സ്മാനിയ മെന്റലിസം ഷോ പെർഫോം ചെയ്യാൻ ഞാനും എത്തുന്നുണ്ട്. അതുപോലെ സന്തോഷ് ജോർജ് കുളകര അടക്കം നിരവധി പ്രഗത്ഭരും പ്രശസ്തരുമായ ഒരുപാട് വ്യക്തികൾ ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ആ ഒരു പ്രോഗ്രാം കാണാനുള്ള അവസരം ബി ഗുഡ് അക്കാഡമി ഒരുക്കുകയാണ്. ഈ പ്രോഗ്രാമിലേക്കുള്ള എൻട്രി തികച്ചും സൗജന്യമാണ്. അപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ പേര്, വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ 287ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അരളിപ്പൂ കഴിച്ച് മരിച്ച ഒരു പെൺകുട്ടിയുടെ വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരുപാട് ആളുകൾ നമ്മളെ ആ ഒരു വാർത്തകൾക്കടിയിലൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടു. അരളിപ്പൂ യഥാർത്ഥത്തിൽ വിഷമാണോ, അല്ലെങ്കിൽ അരളിപ്പൂ കഴിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കുമോ എന്നുള്ള നിരവധി സംശയങ്ങളാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ എല്ലാവരോടുമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പെൺകുട്ടി പൂ കഴിച്ചത് കൊണ്ടാണോ മരിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആധികാരികമായി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത്. എന്തായാലും കൃത്യമായ അന്വേഷണം നടത്തി അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് അവർ പുറത്തു കൊണ്ടുവരട്ടെ. ഇനി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരളിപ്പൂവുമായി ബന്ധപ്പെട്ടാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമ്പോൾ അല്ലെങ്കിൽ പഠനം നടത്തിയ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരളിച്ചെടി അല്ലെങ്കിൽ അരളിപ്പൂവ് എന്നൊക്കെ പറയുന്നത് വിഷമുള്ളത് തന്നെയാണ്. ഒരു മനുഷ്യനെ കൊല്ലാൻ പാകത്തിനുള്ള വിഷം തന്നെ ഈ ഒരു ചെടിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ ചെടിയുടെ കായ് അല്ലെങ്കിൽ അതിൻ്റെ കറ, അതൊക്കെ വളരെ വലിയ മാരകമായ, അല്ലെങ്കിൽ വേര്, ഇതൊക്കെ മാരകമായ വിഷം തന്നെയാണ്. ഇതൊക്കെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവം തന്നെയാണെന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പലരും ഈ പറഞ്ഞ ചെടിയൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നുണ്ട്. ഞാൻ ഈ ചെടി സമീപകാലത്ത് സ്ഥിരമായി കാണുന്നത് അല്ലെങ്കിൽ കണ്ടിരിക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിലാണ്. നമ്മൾ ആ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ റോഡിൻ്റെ നടുഭാഗത്തായിട്ട് ഇതിങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതും ആ പൂവ് നല്ല ഭംഗിയിൽ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ആ ചെടിയും ആ പൂവും അതിൻ്റെ കായും ഒക്കെ അപകടകാരി തന്നെയാണ്. അപ്പോൾ കൊച്ചുകുട്ടികളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ആ ഒരു പൂവിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അതിനെ അതേ രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വലിയ അപകടം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. അപ്പോൾ ആ വാർത്തയിൽ പറയുന്ന കാര്യം, ആ ഓഡിയോയിൽ പറയുന്ന ഒരു കാര്യം സത്യമാണ്. കാരണം ഈ ഒരു ചെടി, ഈ പൂവ്, ഇതിൻ്റെ കായ്, ഇതെല്ലാം തന്നെ വിഷമാണെന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ ഇത് കഴിച്ചതുകൊണ്ടാണോ മരണം സംഭവിച്ചത് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. അത് അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥർ തന്നെ പറയേണ്ട കാര്യമാണ്. ഇനി ഈ ഒരു ചെടി മാത്രമല്ല, നമ്മുടെ വീട്ടുവളപ്പിലോ നമ്മുടെ സമീപത്തോ ഒക്കെ നിൽക്കുന്ന മറ്റു പല ചെടികളും വൃക്ഷങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേതൊക്കെയാണ് എന്നുകൂടെ നമ്മളൊന്ന് പറയുകയാണ്. ചെറിയ പ്രായത്തിൽ എനിക്കൊക്കെ അവയർനെസ് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഒതളങ്ങ എന്ന് പറയുന്നത്. അത് ഭൂരിഭാഗം ആളുകൾക്ക് അറിയാൻ തോന്നുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ മാങ്ങ പോലെ തോന്നും, പക്ഷെ അതൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ വലിയ മാരകമായ വിഷം തന്നെയാണ്. ഒരാളെ കൊല്ലാൻ സാധിക്കുന്ന വിഷം ഉള്ളത് തന്നെയാണ് ഈ ഒതളങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രക്ഷകർത്താക്കൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം. അതുപോലെ കുന്നിക്കുരു, ഇതൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അന്വേഷണത്തിൽ സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കുന്നിക്കുരുവൊക്കെ വളരെ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. പലരും അത് അലങ്കാരങ്ങൾക്കൊക്കെ വേണ്ടി വീട്ടിലൊക്കെ പലരും സൂക്ഷിക്കാറുണ്ട്. പക്ഷേ ഇതും അപകടം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ വിത്തൊക്കെ വലിയ വിഷം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടുവളപ്പിൽ അല്ലെങ്കിൽ വീടിൻ്റെ അകത്തൊക്കെ പലരും ഭംഗിക്ക് വേണ്ടി വളർത്തുന്ന ഒന്നാണ് സർപ്പപ്പോള എന്ന് പറയുന്ന ഈ കാണുന്ന ചെടി. ഇതും മാരകമായ വിഷമുള്ള ഒരു ചെടി തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെടികളെ പറ്റിയും കായകളെ പറ്റിയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബോധവൽക്കരണം ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടാണെങ്കിലും ഇതൊന്നും കഴിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ചെടികളോ വൃക്ഷങ്ങളോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തുടർന്നുള്ള എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും നമ്മൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി അത് വിഷമാണ് അല്ലെങ്കിൽ അത് നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതാണ്, ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന എപ്പിസോഡുകളിൽ മറ്റേതെങ്കിലും വിഷയം അവതരിപ്പിക്കുകയാണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തി നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു വീഡിയോയും അതിന് പിന്നിലെ യാഥാർത്ഥ്യവുമായി ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.